Hello students, CUET UG notifications ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് CUET നൽകുന്നത്. CUET എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് ഒരുപാട് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് എക്കോണമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ എക്കോണമിക്സിനെ പറ്റി ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഞാൻ നിയാസ് അനബു, സൈലത്തിലെ എക്കോണമിക്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സ് സിലബസ് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മൈക്രോ എക്കോണമിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കോണമിക്സ്, കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്ന 2 ചാപ്റ്റേഴ്സാണ് മൈക്രോ എക്കോണമിക്സിനകത്ത് വരുന്നത്. ഇനി മാക്രോ എക്കോണമിക്സ് ആണ്. മാക്രോ എക്കോണമിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത്. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രഗേറ്റ്സ്, മണി ആൻഡ് ബാങ്കിങ്, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഗവൺമെന്റ് ബഡ്ജറ്റ് എക്കോണമി എന്ന ചാപ്റ്റേഴ്സാണ് മാക്രോ എക്കോണമിക്സിന് അടിയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ +1 ബേസിലാണ് നെക്സ്റ്റ് ടോപ്പിക്കുകൾ ഉള്ളത്. ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, കറണ്ട് ചലഞ്ചസ്, അതായത് നമ്മുടെ കൺട്രി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കറണ്ട് ചലഞ്ചസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിലൊരു കമ്പാരിസൺ ആയിട്ടൊരു ചാപ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പം ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ പോവർട്ടി, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, എംപ്ലോയ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, സസ്റ്റൈനബിൾ എക്കോണമിക് ഡെവലപ്മെന്റിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എന്തുള്ളത്, നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് ഇത് +1 +2 ബേസിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ NCERT ബുക്കൊക്കെ എന്ത് ചെയ്യും, ഈ എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എക്കോണമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കോണമിക്സ്, SRCC, ലേഡി ശ്രീറാം കോളേജ്, മിറാണ്ട ഹൗസ്, അതേപോലെ തന്നെ സെൻറ്റ് സ്റ്റീഫൻ കോളേജ് ഒക്കെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതിനാണ് നമ്മൾ BHU എന്ന് പറയുന്നത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എക്കോണമിക്സിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, UG എക്കോണമിക്സ് കഴിഞ്ഞിട്ട് PG എന്താണ് എടുക്കേണ്ടത്, എക്കണോമിക്സ് മാത്രമേ ഉള്ളൂ എടുക്കാൻ, അതോ വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് ഉണ്ടോ പഠിക്കാൻ എന്നൊക്കെ. അപ്പം നമുക്ക് UG ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG എക്കോണമിക്സിൽ തന്നെ എടുക്കാം, MA എക്കോണമിക്സ് എടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ലാൻഡ് എക്കോണമി, മറൈൻ എക്കോണമി, എക്കോമെട്രിക്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഈ എക്കോമെട്രിക്സ് എന്ന് പറയുമ്പോൾ എക്കോണമിക്സും മാത്സും ഒരുമിച്ച് വരുന്നൊരു സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പബ്ലിക് പോളിസി എടുക്കാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും എടുക്കുന്ന ഒരു കോഴ്സാണ് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ MBA നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UG കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PGക്ക് വേണ്ടി ചൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. അതേപോലെ CA, ACCA, CMA ഇത്തരം കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UG കഴിഞ്ഞിട്ട് PGക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. MA എക്കോണമിക്സ് കഴിഞ്ഞ് എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത്? നമ്മൾ എക്കോണമിക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ സമ്പദ് വ്യവസ്ഥനെ ഏറ്റവും ആഴത്തിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എന്തെന്ന് പറയുന്നത് എക്കോണമിക്സ് എന്ന് പറയുന്നത്. അപ്പം എക്കോണമിക്സിൽ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ടീച്ചിങ് അതിലൊന്നാണ്. ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ടീച്ചിങ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് മെയിൻ എടുത്ത് ടീച്ചിങ്ങിലേക്ക് പോകാം. അതേപോലെ തന്നെ നെറ്റ് JRF, റിസർച്ച് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെറ്റ് JRF ഒരു ഫെലോഷിപ്പാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ ഫർദർ റിസർച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ അതിനകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബിസിനസ് എക്കോണമിസ്റ്റ്, അഗ്രികൾച്ചർ എക്കോണമിസ്റ്റ്, പ്രൊഫഷണൽ എക്കോണമിസ്റ്റ്, അങ്ങനെ പല മേഖലകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാങ്കിങ് സെക്ടറിൽ ഫിനാൻഷ്യൽ പ്ലാനറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്റ്റിൽ വെച്ചിട്ട് എഴുതാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് UPSC പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ എക്കോണമിക് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ എക്കോണമിക്സ്, എക്കണോമെട്രിക്സ്, ബിസിനസ് എക്കോണമിക്സ്, അപ്ലൈഡ് എക്കോണമിക്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യൻ എക്കോണമിക് സർവീസ് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് NABARD നടത്തുന്ന എക്സാംസ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കോണമിക്സ് മേജർ ആണെന്നുണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ബാങ്കിൽ കൺസൾട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ ഒരുപാട് ജോലി സാധ്യതകൾ എക്കോണമിക്സ് എടുത്ത ഒരാളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എക്കോണമിക്സിനെ പറ്റി ഒരു ഓവർവ്യൂ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ മെയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ഫർദർ ഡൗട്ട്സ് ഈ കോഴ്സിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലും വീഡിയോസ് ചെയ്യാം. അപ്പം ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.